ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 3 ടയർ വരുന്ന പേപ്പർ ക്യാബിനറ്റ് ആണ്. ഈ ഒരു DIY യൂട്യൂബിൽ കണ്ടപ്പോൾ മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും, പക്ഷെ ചെയ്യുമ്പോൾ എളുപ്പമാണ് കേട്ടോ. 15 സെന്റിമീറ്റർ 4 സൈഡ്സ് വരുന്ന ഒരു 6 പേപ്പർ എടുക്കുന്നുണ്ട്. ആ 6 പേപ്പർ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ചെയ്തെടുക്കാൻ വളരെ സിമ്പിൾ ആണ്. ഒരു 2 എണ്ണം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സംഭവം എന്താന്ന് കത്തും, പിന്നെ നമുക്ക് കാണാപ്പാടം ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ആ 6 പേപ്പറും ചെയ്തെടുക്കണം കേട്ടോ. ഇതുവരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെവിക്കോൾ വെച്ച് ജസ്റ്റ് ഒന്ന് സൈഡും പിന്നെ ഈ ഒരു സെന്ററിലുള്ള ഈ ഒരു ട്രയാങ്കിളും ഒന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഇതേപോലെ ചെയ്ത പേപ്പർ 2 എണ്ണം ആയിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്ത് ടോട്ടൽ 3 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 സെന്റിമീറ്റർ 4 സൈഡ്സ് വരുന്ന പേപ്പർ വേണം. അതും ഇതേപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു 20 സെന്റിമീറ്റർ 4 സൈഡ്സ് വരുന്ന പേപ്പർ ഒരു 3 എണ്ണമാണ് വേണ്ടത്. അപ്പം ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ഒരു 3 എണ്ണം ചെയ്തെടുക്കണം. ഇവിടം വരെ ആയിക്കഴിഞ്ഞാൽ സൈഡിലത്തെ ആ ഒരു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഒന്ന് തുറക്കുക. എന്നിട്ട് ആ സൈഡിലുള്ള ആ ഒരു ട്രയാങ്കിൾ വെച്ച് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഒരു 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് ഈ ഒരു സംഭവത്തിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് നമുക്ക് ഓരോരോ ടയറായിട്ട് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഈ ഒരു ഓർഗനൈസർ ഒന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിടി ആക്കി കൊടുക്കാൻ വേണ്ടി ചെറിയൊരു സ്ട്രിപ്പ് പേപ്പർ എടുത്ത് ഇതേപോലെ ചുരുട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം. ഞാനിപ്പോൾ സ്കെച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു DIY നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം അത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോയുടെ കാണാതിരിക്കും. ബൈ.